ഹായ്, നമുക്കൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇന്ന്. അതിനുവേണ്ടി ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ½ ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഒരു 3 സവോള, ഒരു 4 പച്ചമുളക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ചതച്ചാണ് ചേർക്കുന്നത്. ഇനി ഇത് വഴണ്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പില ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കന്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന്. സോ കുറച്ച് കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യത്തില്ല, അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കാൻ നേരത്ത് സവോള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി അത് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പച്ച സ്മെല്ലുണ്ടാവും. പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാതെ നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ നേരത്ത് ആ ചിക്കൻ്റെ ഒരു ഫ്രഷ് മീറ്റിൻ്റെ ഒരു ടേസ്റ്റില്ലേ, അത് നമുക്ക് പോയി കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ചിക്കൻസൊക്കെ. ഇനി നമ്മൾ സവോള നന്നായി വഴണ്ട് വരാൻ നേരത്ത് നമ്മൾ തീ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട പൗഡേഴ്സൊക്കെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു 4 ടീസ്പൂൺ ഓഫ് മുളക് പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂണോ മല്ലിപ്പൊടിയുമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. പിന്നെ ഞാൻ മസാലയായിട്ട് നിങ്ങൾക്കിപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്പൈസസ് ആയിട്ട് തന്നെ ഉണ്ടെങ്കിൽ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചപ്പം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ സ്പൈസസ് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമ്മളുടെ ഈ പൊടികളെല്ലാം കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അത് ബ്രൗൺ കളർ ആയതിനു ശേഷം ഒരു ചെറിയ തക്കാളി അത് പീസാക്കിയിട്ട് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഞാനിപ്പോൾ പൊടിക്കാൻ എടുത്തിരിക്കുന്നത് ഏലക്കയുണ്ട്, പിന്നെ പട്ടയുണ്ട്, ഗ്രാമ്പൂ, ഇതെല്ലാം ഞാൻ പൊടിക്കാൻ എടുക്കുന്നത്. പിന്നെ പെരുംജീരകം ഉണ്ടെങ്കിൽ പെരുംജീരകം കൂടെ ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് അതും കൂടെ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. സോ നമ്മൾ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം, ബിക്കോസ് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചിക്കൻ ഇതിൻ്റെ അകത്ത് ചേർത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് തന്നെ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളെല്ലാം അതിൻ്റെ അകത്തേക്ക് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഈ ചിക്കൻ കറിയിലേക്ക് കുറച്ച് കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ കാഷ്നട്ടും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വൈറ്റ് കസ്കസ് വാങ്ങിക്കാൻ കിട്ടും. ഈ കുറച്ച് വൈറ്റ് കസ്കസും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പാല് നമ്മളുടെ ചിക്കൻ കറി ഏകദേശം വേവാറായി ഒരു 3 or 4 മിനിറ്റ്സ് കൂടെ വേവാനുള്ള സമയത്ത് മാത്രം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ചിലവർക്ക് നമ്മുടെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാവത്തില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ചേർത്തായിരുന്നു, അത് പറയാൻ വിട്ടുപോയി.
സോ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുക. പക്ഷേ മല്ലിയില ചേർത്തിട്ട് കുറേ നേരം നിങ്ങൾ വേവിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഇത്തിരി നേരം ഏകദേശം ഇറക്കാറാവുന്ന സമയത്ത് നിങ്ങൾ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളുടെ ഇപ്പോൾ ചിക്കൻ കറി ഏകദേശം റെഡി ആയിരിക്കുന്നു. നമുക്ക് ഈ ചിക്കൻ കറി ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. സോ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക.